എല്ലാത്തിനും വേണ്ടി ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ അതുമില്ല. കടം കൊണ്ട് വലഞ്ഞ് അങ്ങനെ മരണപ്പെടുക അതുമില്ല. മറിച്ച് സമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും, സമ്പന്നനാക്കും. അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യവാനായിരിക്കും. ആരോഗ്യം നശിച്ച് കിടക്കയിൽ കിടന്ന് നരകിക്കേണ്ടി വരുന്ന അവസ്ഥ, രോഗം പിടിച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി ഇടങ്ങേറായി അങ്ങനെ ഇറങ്ങി ശരീരത്തിന് ഇടങ്ങേറ് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ശരീരത്തിന് ആരോഗ്യം നൽകിയിട്ട് അല്ലാഹു സമ്പന്നനാകും. ഈ സൂറത്ത് പാരായണം എല്ലാ ദിവസവും ഓതുന്നവരാണെങ്കിൽ നമ്മളൊക്കെ പ്രയാസപ്പെടും. നമുക്ക് സമ്പത്തില്ല എന്നുള്ള സങ്കടമുള്ളവരല്ലേ. സമ്പത്തില്ല, അതിന് ഉപകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മാർഗങ്ങൾ നമ്മുടെ ഇല്ല. അങ്ങനെ വിഷമിക്കുന്നവരാണ്. എന്നാൽ അവർക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗം പറയുന്നുണ്ട്. സൂറത്ത് മറിയം സൂറത്ത് മറിയം ആരെങ്കിലും ഒരാൾ സൂറത്ത് മറിയം ദായിമാക്കുന്നവരാണെങ്കിൽ, എല്ലാ ദിവസവും ഓതുന്നവരാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും അള്ളാഹു സമ്പന്നനാക്കിയിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല എന്ന് നമുക്ക്. അതായത് ജീവിതത്തിൽ എല്ലാ ഹൈറുകളും സമ്മേളിച്ചവനായിട്ടല്ലാതെ ആ വ്യക്തി അള്ളാഹു റൂഹ് പിടിക്കൂല എന്ന്. അതായത് ദരിദ്രനായി ജീവിച്ച് ദരിദ്രനായി മരിക്കുക അങ്ങനല്ല, അല്ലെങ്കിൽ മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിക്കുക അങ്ങനല്ല.